ഞാനും നിങ്ങളെപ്പോലെയൊക്കെ രണ്ട് കാലിൽ നട്ടല് നിവർത്തി നടന്ന ഒരാളാണ്. ഒരു ഓണം വെക്കേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പോയി. അവിടെ താമസിക്കാൻ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുട്ബോൾ കളിക്കാനും അവിടെ രണ്ട് ഏട്ടന്മാരൊക്കെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷൻ ഉള്ളത് അറിഞ്ഞിട്ട് ആ ടീമിൻ്റെ സെലക്ഷന് പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് കിറ്റ് എടുക്കാൻ വരുമ്പോഴാണ് എനിക്ക് അപകടം പറ്റിയത്. കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന KSRTC ബസ് ഞാനിരുന്ന ബൈക്കിൻ്റെ ക്രാഷ് കാർഡിന് ഒരു വളവിൽ വെച്ച് തട്ടി. ബൈക്ക് ഗട്ടറിൽ വീണ്. ഓടിച്ചത് ഏട്ടനാണ്. ഏട്ടൻ റോഡ് സൈഡിലും ഞാൻ ആ ബസ്സിൻ്റെ ബേക്ക് വീലിലും തെറിച്ച് വീണ്. അങ്ങനെ ബേക്ക് വീല് വലത് കാലുമ കയറിയിട്ടാണ് എൻ്റെ കാല് മുറിച്ച് കളഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആകെ വന്ന് നിൽക്കൽ എൻ്റെ മൂത്തച്ഛൻ മാത്രമാണ്. ബാക്കിയെല്ലാവരും എന്നെ കാണുമ്പോൾ തന്നെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ വലത് കാല് വേദനയാണെന്ന ഫീലിംഗ് വല്ലാണ്ട് കൂടിയപ്പോൾ ഞാൻ മൂത്തച്ഛനോട് കാലൊന്ന് തടവിത്തരാൻ പറഞ്ഞ്. അപ്പോൾ മൂത്തച്ഛൻ എൻ്റെ ഇടത് കാല് തടവി തന്ന്. ഇടത് കാലിന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കമ്പി ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടത് കാലിൻ്റെ വിരൽ മാത്രമാണ് പുറത്തുള്ളത്. ബാക്കിയൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടാണുള്ളത്. അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ എൻ്റെ ഇടത് കാലിൻ്റെ വിരലുമെല്ലാം തടവി തന്ന്. അപ്പോൾ എനിക്ക് വേദനയാകുന്ന ഫീലിംഗ് മൊത്തം വലത് കാലിനാണ്. അപ്പോൾ മൂത്തച്ഛനോട് ഞാൻ വലത് കാല് തടവി തരാൻ പറഞ്ഞപ്പോൾ മൂത്തച്ഛൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാലവിടെ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ തപ്പി നോക്കുന്നത്. ഇങ്ങനെ തപ്പി ഒരു പരിധി വരെ എത്തുമ്പോൾ കൈ വീണു. അങ്ങനെ 1-2 പ്രാവശ്യം തപ്പിയപ്പോഴാണ് കാലില്ല എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത്. അന്ന് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം ഫുട്ബോൾ കളിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മിലിറ്ററിയിൽ പോകാൻ പറ്റൂല. ഇത് രണ്ടുമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട സങ്കടം. പക്ഷേ അന്ന് എൻ്റെ അടുക്ക് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞത്, ഞാൻ സങ്കടപ്പെട്ടിരുന്നാൽ എൻ്റെ വീട്ടുകാരെന്നെക്കാൾ കൂടുതൽ സങ്കടപ്പെടും. എൻ്റെ കാല് മുറിച്ച് കളഞ്ഞെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മാക്സിമം അതിൽ സങ്കടപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞതൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ പ്ലാസ്റ്ററൊക്കെ വെട്ടി രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ച് വന്ന് ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കയറിയത് സൈക്കിളിൻ്റെ മുകളാണ്. അന്ന് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത്, നീന്തൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത് പഠിച്ചെടുത്തതാണ്. ഡ്രൈവിങ്, കാർ ഓടിക്കൽ, സ്കൂട്ടി ഓടിക്കൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും രണ്ടാമത് പഠിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വീട്ടുകാരൊക്കെയാണ്. അങ്ങനെ ഞാൻ സ്റ്റിക്ക് ഉപയോഗിച്ച്, ആദ്യം ക്രച്ചസാണ് ഉപയോഗിച്ചത്. ആ ക്രച്ചസ് ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിന് വേഗത കൂടിയ സമയം തൊട്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലുള്ള പന്ത് തട്ടാനൊക്കെ തുടങ്ങിയത്. ഷെയ്ഡിന് പകരം ചെരുപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ തട്ടി ഒരുപാട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളിച്ച് ഗ്രൗണ്ടിലിറങ്ങാൻ പറ്റുന്ന എനിക്കൊരു കോൺഫിഡൻസ് വന്ന സമയം തൊട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഒരു നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ കളിക്കുന്നത്. എനിക്ക് ഒരു പരിഗണന എൻ്റെ സുഹൃത്തുക്കൾ തരാത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. പ്രതിസന്ധികൾ നേരിടാത്ത ഒരു ജീവിതവും ഈ ലോകത്തുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ തരത്തിലായിരിക്കും വരിക. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മുന്നിൽ തല കുനിക്കാതിരിക്കുക. നമുക്ക് ഒരാഗ്രഹവും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യം അങ്ങ് ഒഴിവാക്കി കളിയാണ് ചെയ്യുക. പക്ഷേ ലക്ഷ്യം ഒഴിവാക്കാതിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര തവണ പരിശ്രമിച്ചു എന്നുള്ളതല്ല, അത് കിട്ടുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചോ എന്നുള്ളതൊക്കെയാണ് കാര്യം. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും.